ഹലോ, അങ്ങനെ ഒരിക്കൽ കൂടി കമ്പ്യൂട്ടർ ലാബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ള വർക്ക് Core i7 കമ്പ്യൂട്ടർ ബെഡ് ടൈപ്പ് ചെറുതാണ്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ തന്നെ വന്നതാണ്. ഇതിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. 1 TB SSD, പിന്നെ 8 GB RAM. ഇതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്രത്യേകം പറയുന്നു, ഇത് പുലികൾക്കുള്ളതല്ല, തുടക്കക്കാർക്ക് ഹാർഡ്വെയർ കോഴ്സൊക്കെ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡീഫോൾട്ടായിട്ട് ഇതിൻ്റെ മദർ ബോർഡിൽ നിന്ന് ഒരൊറ്റ പവർ കേബിളേ വരുള്ളൂ. ഒരൊറ്റ പവർ കേബിൾ വരുന്നത് കൊണ്ട് തന്നെ SSD കണക്ട് ചെയ്യാൻ, ഹാർഡ് ഡിസ്ക് കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്യാൻ, ഈ കസ്റ്റമറിന് SSD ഹാർഡ് ഡിസ്ക് ഒന്നിച്ച് വേണം. അതുകൊണ്ടാണ് കണക്ട് ചെയ്യാനുള്ള കേബിളിൻ്റെ അകത്തില്ല. അപ്പോൾ ഇതിന് ഒരു കേബിള് നമ്മൾ സെപ്പറേറ്റ് കണക്ട് ചെയ്യേണ്ടി വരും. ആ കേബിൾ ഞാൻ അതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോയുടെ വഴിയെ അത് കാണാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഓഡിയോ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും, എന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹാർഡ് ഡിസ്ക് ഉണ്ട്, പിന്നെ SSD വെക്കുന്നത് പവർ സപ്ലൈയുടെ തൊട്ട് മുകളിലായിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടായിരിക്കും. അത് ഈ വീഡിയോ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ കേബിൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ആ കേബിള്. ഇതിൽ നിന്ന് നമ്മൾ മദർ ബോർഡിൽ നിന്ന് ഡിഫോൾട്ട് കിട്ടുന്ന കേബിള്, അത് ഫീമെയിലാണ്. മെയില് അതിൻ്റെ കണക്ടർ കണക്ട് ചെയ്തിട്ട് അത് വൺ സൈഡ് L ഷേപ്പിലാണ്. അതുകൊണ്ട് രണ്ട് സൈഡ് ഒരുപോലെ കയറില്ല, ഒരു വൺ സൈഡേ കയറത്തുള്ളൂ. അതിൽ നമുക്ക് ഡുവലാക്കാം. ഇതാണ് കേബിൾ. കുറച്ച് എക്സ്പെൻസീവാണ് കേബിൾ. 2 SATA കണക്ടർ ആക്കാനുള്ളതാണ്. ഇതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാർഡ് ഡിസ്കും SSDയും കണക്ട് ചെയ്യാം. SSD കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ സപ്ലൈയുടെ സൈഡിലായിട്ടാണ് വെക്കുക. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൂടെ ഡാറ്റ കേബിൾ, SATA ഡാറ്റ കേബിൾ, ഇപ്പോൾ ഓൾറെഡി ഹാർഡ് ഡിസ്കിന് കൊടുത്തിട്ടുള്ള കേബിളാണ് ഡാറ്റ കേബിളായിട്ട് SSD കൊടുക്കുന്നത്. കാരണം പ്രൈമറിയാണ് SSD കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 2 സ്ലോട്ട് ഉണ്ടാവും ഡാറ്റ കേബിളിന്. അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ഡാറ്റ കേബിൾ നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ എൻ്റെ അകത്ത് പിക്ചറിൽ കാണിക്കാം. അതും ഹാർഡ് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് ഗ്ലൂ, അത് നമ്മൾ ബ്ലോർ ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് ഉരുക്കിയതിന് ശേഷം ആ സൈഡിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, കാരണം അവിടെ സ്ക്രൂ ചെയ്യാൻ ഇടമില്ല. അതുകൊണ്ട് അങ്ങനെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമുക്കത് പിടിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ പവർ സെക്ഷനിൽ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യണം. ആ ഡാറ്റ കേബിൾ നേരത്തെ ഞാൻ പറയുന്നത് ഡാറ്റ കേബിൾ എക്സ്ട്രാ വേണ്ടി വരുന്നു. അത് കണക്ട് ചെയ്യാം. ഇപ്പോൾ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇനി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഡാറ്റ കേബിൾ അതിൻ്റെ സെക്കൻഡറിയിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ കേബിൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, കുറച്ച് നീട്ടുള്ള കേബിളാണ്. കാരണം ഒറിജിനലായിട്ട് അതിനകത്ത് വരുന്നില്ല. ഒറിജിനലായി വരുന്നത് ചെറുതായിരിക്കും. ഇത് PC വരുന്ന കേബിളാണ്, അഡീഷണൽ നമ്മൾ മേടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേബിൾ കുറച്ച് നീളം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ ബെഡ് ടൈപ്പ് PC ആകുമ്പോൾ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ കേബിൾ കറക്റ്റ് ചെയ്തെന്നൊന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ്
ഫിക്സ് ചെയ്ത് സെപ്പറേറ്റ് സ്ക്രൂ ഒന്നുമില്ല, ലോക്കാണ്. നമ്മൾ അത് ഇതേപോലെ തന്നെ വെക്കുക. കേബിളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കവർ ഇട്ടിങ്ങായിട്ട് അടക്കാവുന്നതാണ്. അതിനുശേഷം വിൻഡോസ് ലോഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ കാണുന്നവർ ഈ വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയും ഓഡിയോ തമ്മിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാര്യമാക്കണ്ട. തുടക്കം എന്ന നിലയിൽ എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോയും ഓഡിയോയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷനാണ്. അടുത്ത വീഡിയോയിലൊക്കെ ശരിയാകും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം, പിന്നെ വിൻഡോസ് റൺ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പാനൽ അതാണ് ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ മുകളിൽ കവർ അടക്കാൻ പറ്റില്ല. അപ്പോൾ USB കേബിൾ ഉണ്ട്, USB പിന്നുണ്ട്, അതുപോലെ ഓഡിയോ ജാക്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വയർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് വേണം ഈ ഫ്രണ്ട് പാനൽ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഡാമേജ് ആവും. അത് വളരെ കെയർ ചെയ്യേണ്ടതാണ്. അത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കാണ്, അതിൻ്റെ ലോക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മേടിക്കാനോടെ കിട്ടില്ല, റിപ്പയർ ചെയ്യാനും പാടാണ്. പിന്നെ ഓൺലൈനായിട്ടൊക്കെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം പിന്നെ ഫിറ്റ് ചെയ്യണമെങ്കിൽ. അതൊക്കെ വലിയ റിസ്ക്കുള്ള പരിപാടിയും അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ, പിന്നെ ടൈമും. സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 5-20 ദിവസമൊക്കെ ടൈം എടുക്കും. അതുവരെ കസ്റ്റമറൊക്കെ വെയിറ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി കെയർ ചെയ്യുക. ഫ്രണ്ട് പാനൽ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് കവറും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ സൈഡ് കവർ വെച്ച് ആ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് കവർ ജസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.